നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡ്രിഡിനോട് തോറ്റു പുറത്തായതിന് തൊട്ടു പിന്നാലെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വീണ്ടും കളിക്കാൻ ഇറങ്ങേണ്ടി വന്നു. അതിൽ വലിയ പ്രതിഷേധം ഗാർഡിയോളക്കുണ്ട്. എങ്കിലും FA കപ്പിന്റെ സെമി ഫൈനൽ മത്സരം അവർ വിജയിച്ച് കയറിയിരിക്കുന്നു. അന്ന് റയൽ മാഡ്രിഡിനെതിരെ പെനാൽറ്റി പാഴാക്കിയതിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയനായ ബെർണാഡോ സിൽവ തന്നെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പെനാൽറ്റി എന്ന് അദ്ദേഹം മിസ്സാക്കിയപ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിന്നത് പെപ് ഗാർഡിയോളയാണ്. പെപ്പിന്റെ വിശ്വാസം ഒരിക്കൽ കൂടി ബെർണാഡോ സിൽവ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒറ്റ ഗോളിൽ ചെൽസിയെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തി ഇപ്പോൾ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. വെംബ്ലിയിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഏർലിംഗ് ഹാലൻഡ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹൂലിൻ ആൽവാരസും ബെർണാഡോ സിൽവയും ഫിൽ ഫോഡനും ഡിബ്രോയിനെയും ജാക്ക് ഗ്രീലിഷും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് കോൾ പാൽമറും ജാക്സണും ഗയഗറും ഒക്കെ ചേർന്നുകൊണ്ടാണ് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഏതായാലും കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 84-ാമത്തെ മിനിറ്റിലാണ് ബെർണാഡോ സിൽവയുടെ ഗോൾ വരുന്നത്. ആ ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറി ഫൈനലിലേക്ക് കടന്നുപോയി. എന്തായാലും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. ജാക്സണിന് ലഭിച്ച അവസരങ്ങൾ അദ്ദേഹം നഷ്ടമാക്കിയത് എങ്ങനെയെന്ന് അവിശ്വസനീയതയോടുകൂടി അവരുടെ ആരാധകർ നോക്കി നിന്നിട്ടുണ്ടാവും. ഒടുവില് ഇപ്പോഴിതാ ഒരു ട്രോഫിലെസ് സീസണായിട്ട് ഈ സീസൺ ചെൽസിക്ക് മാറാൻ പോവുകയാണ്. FA കപ്പില് അവര് സെമി ഫൈനലിൽ ഇതാ തോറ്റു പുറത്തായിരിക്കുന്നു. EFL കപ്പിലാണെങ്കിൽ ഫൈനലിൽ ലിവർപൂളിനോട് അവർ തോൽക്കുകയുണ്ടായി. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 9-ാം സ്ഥാനത്താണ്. ഒരു ട്രോഫിലെസ് സീസൺ കൂടി ഇവിടെ ലോഡ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. പൊച്ചറ്റീനോക്ക് ഇംഗ്ലണ്ടിൽ വീണ്ടും കിരീടമില്ലാതാവുകയാണ്. അതേസമയം പെപ് ഗാർഡിയോളയുടെ സംഘമാവട്ടെ UCL പോയെങ്കിൽ പോവട്ടെ, ഡൊമസ്റ്റിക് ഡബിളിൽ കണ്ടുവെച്ചുകൊണ്ട് മുന്നോട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.